ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. അപ്പോൾ അടുത്ത മാസം ഓണമൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓണത്തിൻ്റെ കുറച്ച് കളക്ഷൻസും കാര്യങ്ങളും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി എന്നോട് ഒരു കമൻറ്റ് സെക്ഷനിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, പട്ടുപാവാട ഒന്ന് ചെയ്യുമെന്ന്. അപ്പോൾ കിഡ്സിൻ്റെ ആണോ മുതിർന്നവരുടെ ആണോ എന്ന് എനിക്കറിയില്ല, അത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ടീനേജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് ഒരു പ്ലീറ്റഡ് സ്കേർട്ടിൻ്റെയും ഒരു പ്രിൻസസ് കട്ട് ടോപ്പിൻ്റെയും ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കിഡ്സിൻ്റെ ആണെങ്കിൽ നമുക്ക് ഈ വരുന്ന ആഴ്ചയിൽ നമുക്ക് ഒരു വീഡിയോ ചെയ്തിടാം കേട്ടോ. അപ്പം നമ്മളുടെ ഇന്നത്തെ ആദ്യത്തെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രോക്ക് ഡിസൈനാണ്. ഒരു 2 വയസ്സ് 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ടൈപ്പിലൊരു ഫ്രോക്ക് ഡിസൈനാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു മോഡൽ വരുന്നത്. അതായത് ലൈൻസ് വരുന്ന ഗോൾഡൻ സെറിയിൽ ലൈൻസ് വരുന്ന ഒരു മെറ്റീരിയലാണ് ഞാൻ എടുത്തത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കേട്ടോ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യണത്. കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ, ഓണത്തിന് ഇപ്പോൾ നമ്മളൊരു ഉടുപ്പ് അടിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾക്കൊക്കെ അടിക്കുകയാണെങ്കിൽ അവർ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, നോർമലി ഈ ഒരു കസവിൻ്റെ മോഡൽ അങ്ങനെ എല്ലാ ഒക്കേഷൻസിലും നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ ചിലവർ ഈ ഓണത്തിന് അടിച്ചിട്ട് പിന്നത്തെ ഓണത്തിനായിരിക്കും അത് എടുത്തു നോക്കുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു ലെങ്ത് ഒക്കെ കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സുകൾ നമുക്ക് ഇത്തവണ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. 1.5 മീറ്ററിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ഉടുപ്പ് ചെയ്തത്. അപ്പോൾ 2 വയസ്സ് 2.5 വയസ്സുള്ള കുട്ടികൾക്ക് 1.5 മീറ്ററിൽ ഇതുപോലത്തെ ലൈൻസ് ഉള്ള ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ബോക്സ് പ്ലീറ്റ് ഇട്ടിട്ട്, ബോക്സ് പ്ലീറ്റ് ആണ് കൊടുത്തേണ്ടത്, നൈഫ് പ്ലീറ്റ് അല്ല. കൂടാതെ നമ്മൾ സ്ലീവിൻ്റെ പോർഷൻ ഇതുപോലെ ഷോൾഡറിലും സ്ലീവിൻ്റെ എൻഡിലും ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ യോക്ക് ഇവിടെ സെൻറ്ററിൽ ഒരു ജോയിനിങ് വന്നിട്ടുണ്ട്. അതൊരു 6 ആഗിൻ്റെ ഒരു വി ഷേപ്പ് വരുന്ന രീതിയിൽ കൊടുക്കുകയാണ് ചെയ്തത്. ബാക്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആണ് കൊടുത്തേണ്ടത്. അപ്പോൾ നമുക്ക് ഉള്ള മെറ്റീരിയലിൽ എന്നാൽ പക്ഷേ 1.5 മീറ്ററിലാണ് ചെയ്തെടുത്തതെന്ന് അറിയാത്ത തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ലൈൻസ് ഉള്ള കസവ് ഞാനൊരു 1.5 മീറ്റർ എടുത്തിട്ടുണ്ട്. 1.5 മീറ്റർ തന്നെ അതിൻ്റെ ഒരു കോട്ടൺ ലൈനിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു യോക്കിൻ്റെ ഒരു ബേസിക് ബോഡിയാണ് ക്രിയേറ്റ് ചെയ്യണത്. സീം അലവൻസ്, ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള ഒരു സീം അലവൻസ് 1/2 ഇഞ്ച് വിടാം. അതിനുശേഷം 9 ഇഞ്ചാണ് ഞാൻ യോക്ക് ലെങ്ത്ത് കൊടുത്തേണ്ടത്. ആ 9 ഇഞ്ചും ഞാൻ മാർക്ക് ചെയ്തിട്ട് സീം അലവൻസ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഷോൾഡർ ഞാൻ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. 8 ഇഞ്ചാണ് ആളുടെ ഷോൾഡർ വരുന്നത്. അതിനെ ഹാഫ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ ഇതിൽ 0.5 ഒന്നും കുറച്ചിട്ടില്ല കേട്ടോ. നോർമൽ ഷോൾഡറിൻ്റെ ഹാഫ് അടയാളപ്പെടുത്തി. അതിനുശേഷം മിഡാം ഹോൾ ലെങ്ത്ത് 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി. പിന്നീട് നമ്മൾ ചെസ്റ്റിൻ്റെ കൂടെ നല്ല ടൈറ്റ് ഫിറ്റ് വേണ്ടവർക്ക് 1.5 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് 4 കൊണ്ട് ഹരിക്കാം. ഇല്ല, ഇച്ചിരി ലൂസ് വേണ്ടവർക്ക് 2 ഇഞ്ച് ആഡ് ചെയ്തിട്ട്, അതായത് ചെസ്റ്റ് ഇപ്പോൾ 20 ആണെങ്കിൽ അതിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്യുക. അതിനുശേഷം അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ യോക്കിൻ്റെ റൗണ്ടും 9 ഇഞ്ചിൻ്റെ റൗണ്ട് എടുക്കുക. അതിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 4 കൊണ്ട് ഹരിക്കുക. ശേഷം അതിൻ്റെ സീം അലവൻസ് എല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം നെക്കിൻ്റെ വൈഡ് ഞാൻ 2 ഇഞ്ചും ലെങ്ത്ത് ഞാൻ 2.25 ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് ഒന്ന് നെക്ക് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇലാസ്റ്റിക് ആണ് ഷോൾഡറും ഒരു സ്ലീവും വരുന്നത്. അപ്പോൾ അത് ജോയിൻ ചെയ്യാനായിട്ട് ഇതുപോലെ നിങ്ങൾ ആം ഹോളിൽ നിന്ന് നെക്കിൻ്റെ ഒരു പകുതിയിലോട്ട് വരുന്ന ലെങ്ത്തിലോട്ട് ഇതുപോലെ ഒന്ന് ഈ ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. പക്ഷെ കട്ട് ചെയ്യുമ്പോൾ ആ ഷേപ്പിൽ കട്ട് ചെയ്യരുത്. നോർമൽ നമ്മൾ യോക്ക് കട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ ബാക്ക് മാർക്ക് ചെയ്യാണ് ചെയ്യണത്. സിബ് വെക്കുന്നുണ്ട്. അപ്പോൾ സിബിൻ്റെ ഒരു സീം അലവൻസ് നമ്മളൊരു 3/4 ഇഞ്ച് വിട്ടിട്ട് ഫ്രണ്ട് വെച്ച് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ അത് മാർക്ക് ചെയ്യാൻ മറക്കരുത്. ബാക്കിലും നമ്മൾ ആ ഒരു ഇലാസ്റ്റിക് വരുന്ന ഭാഗം ഇതുപോലെ നമ്മൾ ആ ഒരു ചെരിഞ്ഞ ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ശേഷം അത് കൃത്യത്തിൽ തന്നെ നമ്മൾ ഇത് വരച്ചു കൊടുക്കാനും മറക്കരുത്. അടുത്തത് അടിയിലോട്ടുള്ള ലൈനിങ് ആണ് കട്ട് ചെയ്യണത്. മടക്കിയടിക്കാനുള്ള സീം അലവൻസ് വിടാം. അതിനുശേഷം 13 ഇഞ്ച് ലെങ്ത്ത്. അപ്പോൾ 13ഉം 7ഉം 29ഉം 22 ഇഞ്ചാണ് എൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത്. ഹാഫ് ഉടുപ്പാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഈ ഒരു മീറ്ററിൽ തന്നെ നിങ്ങൾക്ക് ഇച്ചിരി കൂടി ലെങ്ത്ത് വേണമെങ്കിൽ ഒരു 30 ഇഞ്ച് 32 ഇഞ്ച് വരെ നിങ്ങൾക്ക് ലെങ്ത്തിൽ ഡ്രസ്സൊക്കെ ചെയ്യാൻ പറ്റും. 30 ഇഞ്ച് മാക്സിമം, കാരണം യോക്കും കൂടി കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം മെയിൻ പീസിൻ്റെ, അപ്പോൾ നമ്മളൊരു 1.5 മീറ്റർ ആകുമ്പോൾ ആ 1.5 മീറ്ററിൻ്റെ ലെങ്ത്തിൽ ആ കസവ് വരുന്ന രീതിയിൽ ആ 1.5 മീറ്റർ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ യോക്കിലോട്ടുള്ള ഒരു ഡയഗണൽ പോർഷൻ ഉണ്ടല്ലോ, അതാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ബാലൻസ് ഉള്ള മെറ്റീരിയൽ ചെരിച്ചിട്ടിട്ട് ഒരു മാർക്കിങ് നമ്മൾ മാർക്ക് ചെയ്യുക. അതിനുശേഷമാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ആ മാർക്കിങ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ സീം അലവൻസ് വിടാനും മറക്കരുത്. ശേഷം ഇതുപോലെ ചെരിച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഫ്രണ്ടിൻ്റെ ആ യോക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മളത് കട്ട് ചെയ്തെടുത്തേണ്ടത്. അപ്പോൾ 2 പീസ് കിട്ടും. ഇതുപോലെ ആയിരിക്കും നമ്മൾ ഫ്രണ്ടിൻ്റെ
യോക്ക് പോർഷൻ വരുന്നത്. ബാക്കിൽ നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ കട്ട് ചെയ്തത്. കാരണം സ്ലീവിനും കൂടി വേണം, ആകെ 1.5 മീറ്ററേ ഉള്ളൂ. അപ്പോൾ സ്ലീവിനുള്ളത് ഒരു 6 ഇഞ്ചിൽ ബാലൻസ് ഉള്ള മെറ്റീരിയലിൻ്റെ വിട്ടിൽ അതൊരു 18 ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ 6 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 18 ഇഞ്ചാണ് അതിൻ്റെ നീളം വന്നേണത്. ശേഷം നമ്മൾ ക്യാൻവാസിൽ നമ്മുടെ നെക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. 2 ഇഞ്ച് വിട്ടിലും 2.25 ഇഞ്ച് ലെങ്ത്തിലും. അത് നോർമലി നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ബാക്ക് ക്യാൻവാസ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സീം അലവൻസ് വിടാനായിട്ട് മറക്കരുത്. സീം അലവൻസ് വിട്ടിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ. ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ക്യാൻവാസ് കട്ട് ചെയ്യണതും അല്ലെങ്കിൽ യോക്ക് കട്ട് ചെയ്യണതും എല്ലാം ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. അതൊന്ന് എടുത്തു നോക്കുക. ശേഷം നമ്മൾ സ്റ്റിച്ചിങ് ആണ് ചെയ്യണത്. അപ്പോൾ സെൻറ്റർ പോർഷനിലെ ആ പീസ് കൃത്യത്തിൽ നമ്മളുടെ ആ ഒരു കസവിൻ്റെ ആ ലെങ്ത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കൃത്യത്തിൽ വെച്ചിട്ട് സെൻറ്റർ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഒരിക്കലും നിങ്ങൾ അയൺ ചെയ്തിട്ട്, ഞാൻ നോർമലി വീഡിയോസിലൊക്കെ ഞാൻ അയൺ ചെയ്യണത് സ്റ്റാർട്ടിങ് കാണിക്കാറുണ്ട്. പക്ഷേ ഈ കസവ് നിങ്ങൾ അധികം അയൺ ചെയ്യേണ്ട, ഏറ്റവും അവസാനം മാത്രം ചെയ്താൽ മതി. കാരണം കസവ് നമ്മൾ സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങും, ഒരു നല്ല രീതിയിലുള്ളൊരു ചുരുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അയൺ ചെയ്തെടുക്കണ്ട. കാരണം ഏറ്റവും അവസാനം നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ ഫസ്റ്റും നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യത്തിൽ കൂടുതൽ ചുളുക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു ഫ്രഷ് ലുക്ക് പോയി കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മൾ ക്യാൻവാസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ക്യാൻവാസ് കട്ട് ചെയ്യണതിൽ വല്ലവർക്കും എന്തെങ്കിലും അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യണതിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഷോൾഡർ ജോയിൻ ചെയ്യണതും ക്യാൻവാസ് ചെയ്യണതും എല്ലാമായിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ സൈഡിൽ ഇതുപോലെ ഒരു ഷേപ്പ് കൊടുത്തായിരുന്നല്ലോ. അപ്പോൾ ആ 2 പോർഷനിലും ഇതുപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ശേഷം ആണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ഇതുപോലെ നമ്മൾ സ്റ്റിച്ചിങ്ങിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. സ്റ്റാർട്ടിങ് വേണമെങ്കിൽ ഓൾറെഡി കട്ട് ചെയ്യുന്ന ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യാം. ഇല്ല തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്താലും മതിയാവും കേട്ടോ. അതിനുശേഷം ബാക്കാണ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. ബാക്കിൽ നമ്മൾ സിബ് വയ്ക്കാനുള്ള ഒരു പോർഷനിലും കൂടിയും ഒരു ടോപ്പ് സ്റ്റിച്ച് ഇടണം. അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ കട്ട് ചെയ്തെടുക്കണതിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് എത്ര ഇഞ്ചാന്നുള്ളത് നമ്മൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. കാരണം നമ്മൾക്ക് അതനുസരിച്ച് വേണം നമ്മൾ ആ ഷോൾഡറിൽ വരുന്ന ഇലാസ്റ്റിക് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ എൻ്റെ വന്നേണത് ഒരു 2 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണം. നമ്മൾ ക്യാൻവാസ് ബാക്കിൻ്റെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 2 ക്യാൻവാസും തമ്മിലുള്ള ലെങ്ത്ത് കൃത്യത്തിൽ തന്നെയല്ലേ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ബാക്കിലെ പീസിൽ നമ്മൾ ഇതുപോലെ തന്നെ ആ ഷേപ്പ് നമ്മൾ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് കളയാനായിട്ട്. കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പിൽ എപ്പോഴും ഒരു ബാക്കിൽ ഒരു ടൈ കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 2 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു ടൈ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭാഗത്തിനോട് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് അത് തിരിച്ച് മറിച്ചെടുത്തിട്ട് നമ്മളൊരു വള്ളി ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യണത്. അത് ബാക്കിൻ്റെ ഒരു പോർഷനിൽ നമ്മൾ അറ്റാച്ച് ചെയ്തതിന് ശേഷം 2 ഭാഗവും നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ് വല്ലവരും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഡൗട്ട് ഉണ്ടാവും എന്താണ് 2 ഭാഗം സ്റ്റാർട്ടിങ് ചെയ്യണേന്ന്. വേറെ ഒന്നും ഉണ്ടല്ല, ബാക്കിൽ നമ്മൾ സിബ് വരുന്നുണ്ട്, അവിടെയാണ് നമ്മളുടെ ഒരു ഓപ്പണിങ് വരുന്നത്. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് തന്നെ സ്ലീവിൻ്റെ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ അടിഭാഗം നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടിലുള്ള ഇലാസ്റ്റിക്കാണ് നമ്മൾ യൂസ് ചെയ്യണത്. അത് കടത്തി വിടാനുള്ള ഒരു വിട്ടിൽ അടിഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ബൈസെപ്സിൻ്റെ അളവ്, അതായത് ഹാഫ് സ്ലീവിൻ്റെ റൗണ്ടിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു സീം അലവൻസ് കൂടിയും കൂട്ടിയിട്ട് നമ്മൾ 2 പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 7 ഇഞ്ചാണ് എൻ്റെ ഈ ഒരു അളവിൻ്റെ ഒരു റൗണ്ട് വരുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് കൂട്ടിയിട്ട് 8 ഇഞ്ചിൽ ഞാൻ ആ ഒരു ഇലാസ്റ്റിക് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് വെച്ചാണ് ആ ഒരു പീസിൽ കൂടെ കടത്തി വിടാണ് ചെയ്യണത്. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ കയറ്റി പകുതിയാവുമ്പോൾ ആ ഒരു എൻഡ് ഉള്ളിൽ കയറി പോകാതിരിക്കാൻ അവിടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. ശേഷം എൻഡിങ്ങിലും ഇതുപോലെ തന്നെ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സൈഡ് പോർഷൻ ഉണ്ടല്ലോ സ്ലീവിൻ്റെ, ആ സൈഡ് പോർഷൻ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത്, നമ്മളുടെ ഒരു ആം ഹോൾ ഉണ്ടല്ലോ, ആം ഹോളിൻ്റെ ആ ഷേപ്പ് അനുസരിച്ച് ഒരു കുറച്ച് പോർഷൻ ആ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ സ്ലീവിൻ്റെ അടി പോർഷനിൽ അധികം വിടണ്ട, ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് മാക്സിമം ആ ഒരു ലെങ്ത്ത് വിട്ടാൽ മതി. 1.5 ഇഞ്ച് താഴത്തോട്ട് വെച്ചിട്ട് വേണം ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാൻ. ആ ഒരു സൈഡ് ഉണ്ടല്ലോ അവിടെ 1.5 ഇഞ്ച് മാക്സിമം വെക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ആ ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കുക.
കട്ട് ചെയ്ത് വെച്ചാൽ ആ സ്ലീവിൻ്റെ മുകളിലത്തെ ഭാഗം ഉണ്ടല്ലോ, അതും ഇതുപോലെ തന്നെ വേണം നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഇലാസ്റ്റിക് കടത്തി വിടാനുള്ള ഒരു വിട്ടിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ടോപ്പിലും നമ്മൾ ഇതുപോലെ ഒരു ഫോൾഡിങ്ങിൻ്റെ ഒരു സ്റ്റിച്ചിങ് അടിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലീവ് കട്ട് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്യാം. ഇത് ഞാൻ ഒരു തുടക്കക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഞാൻ ചെയ്തത്. ശേഷം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നെക്ക് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇലാസ്റ്റിക് വരണതിൻ്റെ വിട്ട് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ 2 ഇഞ്ചാണ് നമുക്കത് കിട്ടിയത്. അപ്പോൾ ആ ഒരു 2 ഇഞ്ച് ഫ്രണ്ടിൽ 2 ഇഞ്ച് ബാക്കിൽ 2 ഇഞ്ച്, അപ്പോൾ ടോട്ടൽ 4 ഇഞ്ചായിട്ടുണ്ട്. ആ 4 ഇഞ്ചിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു 1 ഇഞ്ച് കൂടിയും വിട്ടിട്ട് ടോട്ടൽ 5 ഇഞ്ചിൽ ഞാൻ മുകളിൽ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്ന ഇലാസ്റ്റിക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുട്ടികളുടെ സൈസ് കൂടുന്നതനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നെക്കളവിൽ മാർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ലെങ്ത്ത് നിങ്ങൾ മെഷർ ചെയ്ത് വെച്ചോളൂ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കിട്ടിയ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ അടിച്ചു പോകാനുള്ള 1 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ ഇലാസ്റ്റിക് കട്ട് ചെയ്യാൻ. ശേഷം നമ്മൾ നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ സീം എലവൻസ് നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചാൽ ആ യോക്കിൻ്റെ ഒരു സൈഡ് ജോയിനിങ് ഉണ്ടല്ലോ, ആ സീം എലവൻസോട് കൂടി വെച്ചിട്ട് ഇതേ കൃത്യത്തിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇലാസ്റ്റിക് ആ നെക്കിൻ്റെ ആ ഒരു ഷേപ്പിൻ്റെ അവിടെ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, റൗണ്ട് കൂടി പോകാനായിട്ട് നോക്കരുത്. കൃത്യത്തിൽ തന്നെ കട്ട് ചെയ്തെങ്കിലാണ് അത് കൃത്യത്തിൽ തന്നെ നിൽക്കുള്ളൂ. അപ്പോൾ ബൈ ചാൻസ് നിങ്ങൾ കട്ട് ചെയ്തത് കൂടുതലാവണമെങ്കിൽ ആ സ്ലീവിൻ്റെ ആ ഒരു സൈഡ് ജോയിൻ ചെയ്തേണ ഒരു ഭാഗം ഉണ്ടല്ലോ, ഒന്നും കൂടി ഒന്ന് പിടിച്ചടിച്ചാൽ മതി. അപ്പോൾ അത് കൃത്യത്തിൽ തന്നെ വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. ഷോൾഡറിൻ്റെ അവിടെയും സ്ലീവിൻ്റെ അവിടെയും നമ്മളുടെ ഇലാസ്റ്റിക് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ബോക്സ് പ്ലീറ്റ് ആണ് ഇടുന്നത്. ബോക്സ് പ്ലീറ്റ് ഇതുപോലെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഉള്ളിലോട്ട് നമ്മൾ മെറ്റീരിയൽ കയറ്റി വെച്ചിട്ട് ഇതുപോലെയാണ് ബോക്സ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ബോക്സ് പ്ലീറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്ലീറ്റുകളുടെ വിഡ്ത്ത് എല്ലാം ഈക്വലി തന്നെ വരാൻ നോക്കണം. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മെഷറിംഗ് ടേപ്പ് കൊണ്ട് മെഷർ ചെയ്തിട്ട് 2 ഇഞ്ചാണ് ഇപ്പോൾ ആ ഒരു പ്ലീറ്റിന് വിട്ട് കൊടുക്കണമെങ്കിൽ എല്ലാം 2 ഇഞ്ച് കൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ശേഷം നമ്മൾ സ്റ്റീം ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ സ്റ്റീം ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും സ്റ്റീം ചെയ്യാണ്ട് പറ്റില്ല, കാരണം ആ ഒരു പ്ലീറ്റ് കൃത്യത്തിൽ കിടക്കണമെങ്കിൽ സ്റ്റീം ചെയ്യണം. അപ്പോൾ കുറച്ചിട്ടിട്ട് ചെയ്താൽ മതി. നല്ല രീതിയിൽ ഈ സാധനം ചുളുക്ക് വരും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഒരു വീഡിയോയിൽ കണ്ടോ, ആ ഒരു സ്റ്റീം ചെയ്ത പോർഷൻ മൊത്തം ഒന്ന് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അടിയിലധികം ഞാൻ ചെയ്തിട്ടില്ല, കാരണം കസവ് കൂടുതലല്ലേ. അപ്പോൾ പിന്നെ നിങ്ങൾ മുകളിൽ ഒന്ന് സ്റ്റീം കുറച്ചിട്ടിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. പേൾപ്പിന് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. ഇതിന് മുമ്പത്തെ വീഡിയോസിലും ഞാനൊരു പ്ലീറ്റഡ് സ്കേർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ അടിയിലോട്ടുള്ള ആ ഒരു ലൈനിങ് കട്ട് ചെയ്ത് വെച്ചാണ് അതിൻ്റെ അടിഭാഗം മടക്കിയടിച്ച് മുകളിൽ സാധാരണ പ്ലീറ്റാണ് ഇട്ട് കൊടുത്തതാണ്. നൈഫ് പ്ലീറ്റ് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മളുടെ ആ ഒരു അടിയിലോട്ടുള്ള പോർഷൻ്റെ നമ്മുടെ യോക്കിൻ്റെ അളവുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ലെങ്ത്തിൽ വേണം നമ്മൾ ഈ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഇട്ട് വെച്ചാണ് ആ ബോക്സ് പ്ലീറ്റ് ഇട്ട് വെച്ചാണ് പീസായിട്ട് ഇത് ജോയിൻ ചെയ്തിട്ട് നമ്മുടെ യോക്ക് പീസായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ പ്ലീറ്റുകൾ കൃത്യത്തിൽ തന്നെയല്ലേ കിടക്കണേ, കയറി പിടിക്കാതെ നോക്കണം കേട്ടോ. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴായിരിക്കും നമ്മളത് കാണണത്. അപ്പോൾ അത് റിമൂവ് ചെയ്ത് ചെയ്യണേക്കാളും ബെറ്റർ സ്റ്റാർട്ടിങ് തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ശേഷം നമ്മൾ കൺസീൽഡ് സിബ്ബാണ് വെക്കണത്. കൺസീൽഡ് സിബ്ബ് വെക്കണത് ആർക്കെങ്കിലും അറിയില്ല, അല്ലെങ്കിൽ അത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ മുമ്പത്തെ ഒത്തിരി വീഡിയോസിൽ സിബ്ബ് വെക്കണതും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓഫ് വൈറ്റ് സിബ്ബാണ് നമ്മൾ എടുത്തത്. അത് കൃത്യത്തിൽ തന്നെ കൺസീൽഡ് സിബ്ബ് വെക്കുക. 1 സൈഡ് ഫൂട്ടിലാണ്. ഇപ്പോൾ സിംഗിൾ മെഷീൻ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റാവുന്ന 1 സൈഡ് ഫൂട്ട് നമുക്ക് അവൈലബിൾ ആണ്. അവർ 1 സൈഡ് ഫൂട്ട് മേടിച്ചിട്ട് നമ്മൾ ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും സിബ് അറ്റാച്ച് ചെയ്തതിന് ശേഷം രണ്ടും കൂടിയിട്ട് കൂട്ടി അടിക്കുകയാണ് ചെയ്യണത്. അതിനുശേഷം നമ്മളുടെ ഉടുപ്പ് റെഡിയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കാം. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 1.5 മീറ്ററിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്ന നല്ലൊരു ഡിസൈനാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.